യാ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണല്ലോ. ആകാംക്ഷ, ഉത്കണ്ഠ, ആവേശം എല്ലാം നിറഞ്ഞ ദിവസം. പക്ഷേ ഒന്നും മറക്കരുത്, നമ്മൾ ഏതൊരു റിസൾട്ടിനേക്കാളും ഏറ്റവും വലുത് നമ്മുടെ ആരോഗ്യമാണ്. ഈ ദിവസം നമ്മൾ സൃഷ്ടിക്കുന്ന ഉത്കണ്ഠ ഒരുപാട് മനുഷ്യന്മാർക്ക് ഹൃദയാഘാതവും പക്ഷാഘാതവും മറ്റ് മാനസിക പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു. ഒരുപാട് മരണങ്ങൾക്കത് കാരണമാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അനാവശ്യമായി 24 മണിക്കൂർ ഓരോ ന്യൂസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിന് നമ്മളത് കോട്ടം വരുത്തുക. ഒരു 20 മിനിറ്റ് ഇതുപോലത്തെ ന്യൂസ് കണ്ടാൽ പോലും അത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം അത് ചെറുതായിരിക്കില്ല. നമ്മുടെ സസൂക്ഷ്മമായ കോശങ്ങളുടെ ലെവലിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ അത് ചെറുതായിരിക്കില്ല. സൂക്ഷിക്കുക. അങ്ങനത്തെ ആൾക്കാരൊന്നും അത് കണ്ടിരിക്കേണ്ട. സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് ഇന്നത്തെ ദിവസം ന്യൂസ് കാണരുത്. വോട്ട് ചെയ്തല്ലോ, അത് മതി. ഇനി ആരെങ്കിലും ജയിക്കട്ടെ, ആരെങ്കിലും തോൽക്കട്ടെ, അതൊന്നും നമ്മുടെ ജീവനോളം വലുതല്ല. നമ്മളിപ്പോൾ ഇലക്ഷൻ സമയത്ത് ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യാമെന്നറിയാം? അഡ്രിനലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ അഡ്രിനലിനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂട്ടുന്നത്, ബ്ലഡ് പ്രഷർ ഉയർത്തുന്നത്, രക്തത്തെ കട്ട പിടിക്കാൻ കാരണമാവുന്നത്. ഇത് അവസാനം എന്താക്കും? നമ്മൾ ഹൃദയാഘാതവും സ്ട്രോക്കൊക്കെ ഉണ്ടാവാൻ കാരണം, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ളവർ, പ്രമേഹം, BP തുടങ്ങിയുള്ളവരിലൊക്കെ ഈ സാധ്യത ഒന്നുകൂടിയും കൂടുതലായിരിക്കും. തെരഞ്ഞെടുപ്പിന് ഫലങ്ങൾ വരും പോകും. ഒരു പാർട്ടി ജയിക്കും, മറ്റേത് തോൽക്കും. അതാണ് ജനാധിപത്യം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തെയോ തലച്ചോറയോ അല്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയോ ബാധിച്ചാൽ അതിൻ്റെ ഫലം അത് പോയും വന്നും കളിക്കില്ല, അത് സ്ഥിരമായിരിക്കും. ഈ ഒരു ദിവസം കാമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു 30 സെക്കൻഡ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. വാർത്താ ചാനലുകൾ നിരന്തരം സ്ക്രോൾ ചെയ്യുന്നത് ഒഴിവാക്കുക. വെള്ളം കുടിക്കുക. അഡ്രിനലിൻ കുറക്കാൻ ഒരുപാട് സഹായിക്കും. വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുക. മറ്റുള്ളവരെ നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്തോളി, പക്ഷെ തർക്കിക്കാൻ നിൽക്കണ്ട. ഒരു 5 മിനിറ്റ് നടന്നിട്ട് സ്ട്രെസ് കുറക്കുക. മനസ്സിൽ വീണ്ടും ആവർത്തിക്കുക, ഫലങ്ങൾ താൽക്കാലികം, ആരോഗ്യമാണ് സ്ഥിരം. ഇന്ന് ഫലങ്ങൾ സമാധാനത്തോടെ ശ്രവിക്കുക. ജയമായാലും തോൽവിയായാലും നിങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും കുടുംബത്തിനും നിങ്ങൾ വേണം എന്നുള്ളത് മറക്കാതിരിക്കുക. സ്വയം സംരക്ഷിക്കുക. കേരളത്തിന് നിങ്ങളെ ആവശ്യമാണ്. ഈ ഭൂമിക്ക് നിങ്ങളെ ആവശ്യമാണ്.